എല്ലാവർക്കും നമസ്കാരം പ്രിയരെ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങളുടെ അഡിക്റ്റീവ് ന്യൂസ് കേരള. പ്രിയരെ, നമുക്ക് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. തുടക്കം നമുക്കൊരു പാട്ടേരായാലോ? അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് തുടർന്ന് പോകാം. കേരളക്കര മുട്ടിപ്പിക്കാനായി ഒരുത്തൻ കാലുകുട്ടിയാ മുട്ടിഞ്ഞു പോണ ഒരുത്തൻ കിറ്റ് കൊടുത്ത് മയക്കി എന്റെ ദൈവമേ, പോസ്റ്റൽ വോട്ട് തുറന്നു നോക്കി രണ്ടാം സർക്കാരേ എന്റെ ദൈവമേ, പോസ്റ്റൽ വോട്ട് തുറന്നു നോക്കി രണ്ടാം സർക്കാരേ ദുരന്തം വരുമ്പോ ബക്കറ്റുമായി പിരിവിനിറങ്ങുന്നോർ, പിരിച്ചു കിട്ടിയ കാശ് കൊണ്ട് പുട്ടടിക്കുന്നോർ, കത്തിയെരിയും സൂര്യൻ പിടുവിനെ പോലെ ഇരിക്കും, നിന്റെ ഒരുക്ക് കൈകൊണ്ട് തൊട്ടാൽ ബ്രണ്ണൻ കോളേജും വിറയ്ക്കും. നിങ്ങൾ കേരളം മുടിക്കുമോ? ജൂനിയർ മാൻട്രാക്ക് മണ്ണിൽ വീണ്ടും പിറന്നതോ? എതിരെ നിന്നോരെയൊക്കെ വെട്ടി നിരത്തിയോ? കരുവന്നൂര് കാശൊക്കെ അടിച്ച് മാറ്റിയോ? നിന്റെ പേര് മുഖ്യനോ? നിന്റെ തള്ളൽ മൊത്തം കേട്ടിരിക്കാൻ ഞങ്ങൾ പൊട്ടനോ? ശരിക്കും കൊടുക്കാൻ കാശില്ല ക്ഷേമ പെൻഷനോ? കോടികളുണ്ട് ഫ്ലക്സ് അടിക്കാൻ നോ ടെൻഷനോ? നിന്റെ പേര് മുഖ്യനോ? നിന്റെ തള്ളൽ മൊത്തം കേട്ടിരിക്കാൻ ഞങ്ങൾ പൊട്ടനോ? ശരിക്കും കൊടുക്കാൻ കാശില്ല ക്ഷേമ പെൻഷനോ? കോടികളുണ്ട് ഫ്ലക്സ് അടിക്കാൻ നോ ടെൻഷനോ? കറുപ്പ് മാസ്ക് വെച്ചിറങ്ങിയാൽ എന്നെ പിടിക്കാൻ പോലീസ് ടാസ്ക്. നിന്റെ മോള് കട്ടത് പറയാൻ പോലും ആരുമില്ല പോനി. അമ്മയുടെ പെൻഷൻ കാശി എനിക്ക് താനി, സ്വന്തമായി ക്രിസ്റ്റ, കണ്ണിൽ പൊടിയിടാൻ ബെസ്റ്റാ, ടൂർ പോകുമ്പോ ടാറ്റ. മോളെ വീണയേ എന്റെ വീണയേ, മോളെ വീണയേ എന്റെ വീണയേ, മോളെ വീണയേ. എന്താണെങ്കിലും ഈ പാട്ട് എഴുതിയ ആൾക്കൊരു ബിഗ് സല്യൂട്ട്. വളരെ നല്ല നർമ്മപ്രധാനമുള്ള വരികൾ, എന്നാൽ അതിൻ്റെ സീരിയസ്നെസ് ഉണ്ട് താനും. നമ്മുടെ ഈ നാട് എങ്ങോട്ടാണ് പ്രിയരെ? ഈ 10 കൊല്ലക്കാലമായിട്ട് പിണറായി സർക്കാർ ഈ നാടിനെ ഭരിച്ചിട്ട് എന്തായി? ഈ നാട്ടിലെ ചെറുപ്പക്കാരായിട്ടുള്ള ജനങ്ങൾ, ഞാൻ തുടക്കം മുതൽ ലൈവിൽ നമ്മൾ ചോദിക്കാറുള്ള കാര്യങ്ങളാണ്. ചെറുപ്പക്കാരായിട്ടുള്ള ചെറുക്കന്മാർ അല്ലെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേർ എത്ര ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും ഈ ഒരു 10 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഈ നാട് വിട്ട് പലായനം ചെയ്ത് വിദേശ രാജ്യങ്ങളിൽ ജോലി തേടി അലിഞ്ഞ് പേപ്പട്ടിനെ പോലെ അലിഞ്ഞു കിടക്കുന്ന എത്ര കുട്ടികളുണ്ട്. ആ കുട്ടികളൊക്കെ നാട്ടിൽ നിന്ന് പോയ കുട്ടികളെല്ലാം സേഫ് ആണെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? സേഫ് അല്ല. അവർക്ക് ഈ നാട് തന്നെയാണ്, ഈ ജനിച്ച ഈ നാട്, ഈ മണ്ണ് വിട്ടു പോകാനായിട്ട് ഇഷ്ടമില്ല. ഈ ഭരണകർത്താക്കളുടെ ദുഷിച്ച ദുർഭരണം കാരണമാണ് ഈ നാട് വിട്ടു പോയേ എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടം എന്ന അത്രയും നല്ല ഒരു മഹത് വ്യക്തിനെ ഇവർ കോരാക്കാരം ഈ കാലത്തിൽ ഇപ്പോൾ 6 ദിവസമായി ജയിലിൽ അടച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലാണ് അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം ഈ ദിവസം വരെ ജയിലിലാണ്. എന്ത് തെറ്റാണ് രാഹുൽ മാങ്കൂട്ടം ചെയ്തത്? അതായത് മനസാക്ഷിക്ക് എതിർപ്പുളകാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ കോടതി നിയമ ലംഘനം ഒന്നും ചെയ്തിട്ടില്ല. പതിവല്ലാതെ വീഡിയോയിൽ വന്നിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ രാഹുൽ മാങ്കൂട്ട വിഷയത്തിനകത്ത് ഒരു അതിഭയങ്കരമായ ട്വിസ്റ്റുകൾ നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തെ ഇതുപോലെ തുടരെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ബലിയാടാക്കുന്നത് എന്നുള്ളതിൻ്റെ കാര്യകാരണങ്ങളെപ്പറ്റി പല പ്രാവശ്യം അനേക ആൾക്കാരും അതുപോലെ തന്നെ ഞങ്ങളും മറ്റു നിയമവിദഗ്ധരുമൊക്കെ വളരെ ശക്തിയുക്തം പ്രതിപാദിച്ചത്, അതായത് ഈ ശബരിമലയിലെ പെരിങ്കൊള്ളം അത് സമൂഹ മനസാക്ഷിയെ വളരെയധികം ഞെട്ടിച്ചിരിക്കുന്നു. എല്ലാ നിയമപാലകരെയും വരെ ഞെട്ടിച്ചിരിക്കുന്നു. ഹൈക്കോടതി പോലും അതിശക്തമായിട്ട് അതിനെതിരെ പ്രതികരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹൈക്കോടതി നേരിട്ട് അന്വേഷിക്കുന്ന ഒരു അന്വേഷണമാണ്. നമുക്കറിയാം ഇപ്പോൾ ഇന്നലെ അതിലെ ഒരു മുൻ ദേവസ്വം ബോർഡ് മെമ്പർ ശങ്കർദാസ് അവറുകളെ ഹോസ്പിറ്റൽ അഡ്മിറ്റായിട്ട് കിടന്നിട്ട് പോലും ഇന്നലെ പോയി അറസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. കാരണം അതേ രീതിക്ക് ഹൈക്കോടതി ശക്തമായിട്ട് അക്കാര്യത്തിനകത്ത് ഇടപെടുന്നു എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ഒരു തെളിവ് കൂടിയായിരുന്നത്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ നെയ്യ് ക്രമക്കേട്, ഇതെല്ലാം ലക്ഷങ്ങൾ കോടികളുടെ ക്രമക്കേടുകളാണ്. അപ്പോൾ ഇതിനൊക്കെ എതിരെ ശക്തമായ നിലപാടുകളുമായിട്ട് കോടതികൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇതൊക്കെ മറക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങനെ തുടരെ അറസ്റ്റ് ചെയ്ത് വാർത്തകളിൽ, അതായത് ഇവരുടെ കൊള്ള മറക്കാനായിട്ട് രാഹുൽ മാങ്കൂട്ടം വിഷയം എടുത്തിട്ട് അത് മുഖ്യധാര മാധ്യമങ്ങളെ കയ്യിലെടുത്ത് സ്വാധീനിച്ചുകൊണ്ട് ആ വാർത്തയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ വാർത്ത മുന്നോട്ട് ഹൈലൈറ്റ് ചെയ്ത്
പ്രചരിപ്പിക്കുക എന്ന ആ ഒരു കുതന്ത്രം, അത് ഭരണകൂട ഭീകരതയുടെ ഒരു കുതന്ത്രമാണ്. രാഹുൽ മാക്കൂട്ടത്തിൽ അതിനകത്ത് ബലിയാടാണ് എന്ന് വളരെ വ്യക്തമാകുന്നതിൻ്റെ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ രാഹുൽ മാക്കൂട്ടം ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമല ശാസ്താവിൻ്റെ ഈ ഒരു സ്വർണ്ണക്കൊള്ള അല്ലെങ്കിൽ ശബരിമല കൊള്ളയിൽ ബലിയാടായിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി പൊതുസമൂഹത്തിൻ്റെ അടുത്ത് നിന്ന് വരുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത്, ശബരിമല ശാസ്താവ് അയ്യപ്പൻ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയായി രാഹുൽ മാക്കൂട്ടം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ അയ്യപ്പന് വേണ്ടിയിട്ടാണ് ഈ രാഹുൽ മാക്കൂട്ടം ഈ രീതിക്ക് ബലിയാടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർ തങ്ങളിൽ ഉള്ള സൗഹൃദപരമായിട്ടുള്ള ഏതെങ്കിലും ബന്ധത്തിൻ്റെ പേരിലൊക്കെ ആണെങ്കിൽ ഇവിടെ നൂറുകണക്കിന് സംഭവങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് സാമാന്യ അരിയാഹാരം കഴിക്കുന്ന എല്ലാ മലയാളികൾക്കും എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന ഒരു കാര്യങ്ങളാണ്. സ്ത്രീ പുരുഷ സൗഹൃദത്തിൻ്റെ ഫലമായിട്ട് ഇങ്ങനെ പല ബന്ധങ്ങളും പലരിലും നടക്കുന്നുണ്ട്, നൂറുകണക്കിന് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ രാഹുൽ മാക്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്ന വിഷയങ്ങൾ പോലും വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നതാണ്. അതിപ്പോൾ പൊക്കിക്കൊണ്ട് വന്ന് ഇത്ര ഹൈലൈറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു വാർത്താ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ശബരിമല അയ്യപ്പൻ്റെ സ്വർണ്ണക്കൊള്ള അല്ലെങ്കിൽ മറ്റു പല കൊള്ളകളും, സ്വർണ്ണക്കൊള്ള മാത്രമല്ല മറ്റനേകം കൊള്ളകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ മുക്കാനായിട്ട് രാഹുൽ മാക്കൂട്ടത്തെ ബലിയാടാക്കി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ആ രാഹുൽ മാക്കൂട്ടത്തിൽ ശബരിമല അയ്യപ്പൻ അല്ലെങ്കിൽ ധർമ്മശാസ്താവ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് രാഹുൽ മാക്കൂട്ടത്തെ ആണ് എന്നുള്ളതിൻ്റെയാണ് മനസാക്ഷിയുള്ള എല്ലാ മലയാളികളും ഇപ്പോൾ രാഹുൽ മാക്കൂട്ടത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് പതറുന്നത് ഇവിടുത്തെ ഭരണകൂട ഭീകരത നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണകൂട തലവന്മാർക്ക് മാത്രമല്ല, രാഹുൽ മാക്കൂട്ടത്തെ, അതായത് കനകം ആയിരുന്ന രാഹുൽ മാക്കൂട്ടത്തെ പുറംകാലുകൊണ്ട് ചവിട്ടി പുറത്തു തള്ളിയ വി ഡി സതീശൻ ഉൾപ്പെടെ ഉള്ളവരിപ്പോൾ കുപ്പത്തൊട്ടിയിൽ കിടക്കുന്നത് എന്ന് പറയുന്നത് പോലുള്ള CPM ചില പഴയ നേതാക്കന്മാരെ തേടി നടക്കുകയാണ് മുന്നണി വിപുലീകരണവും വിസ്മയമാക്കിക്കൊണ്ട്. ഇവർക്കൊക്കെയുള്ള അതിശക്തമായ തിരിച്ചടികൾ കൂടിയാണ് എന്ന് പറയാനും കൂടി ആണ് ഇപ്പം ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതായത് രാഹുൽ മാക്കൂട്ടത്തോടൊപ്പമാണ് ഇപ്പോൾ ശബരിമല ശാസ്താവ്, ശബരിമല അയ്യപ്പൻ, അതുപോലെ തന്നെ മനസാക്ഷിയുള്ള മലയാളി സമൂഹം മൊത്തം ഇപ്പോൾ രാഹുൽ മാക്കൂട്ടത്തോടൊപ്പം തന്നെയാണ്. ഇത് എല്ലാവരും വളരെ ഇപ്പോൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഒന്നും കൂടെ പറയുന്നു എന്ന് മാത്രം. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ശബരിമല ശാസ്താവിൻ്റെ പേരിലും ഇന്ന് മകരജ്യോതിയാണ്, അയ്യപ്പൻ്റെ പേരിലും അതോടൊപ്പം തന്നെ ഈ രാഹുൽ മാക്കൂട്ടം ഇതുപോലെ ശബരിമല വിഷയത്തിൻ്റെ പേരിൽ മാത്രം പീഡിപ്പിക്കപ്പെടുന്നതിന് ശബരിമല ശാസ്താവ് ഈ രാഹുൽ മാക്കൂട്ടത്തോടൊപ്പം ആണ് എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.